നമസ്കാരം. വിവാഹ തടസ്സം മാറ്റാൻ കഴിവുള്ള ക്ഷേത്രമെന്നും പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു യുവാവിന് ജീവൻ തിരിച്ചുകൊടുത്ത സ്ഥലമെന്നും ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നശിക്കാത്ത സ്വത്തുക്കൾക്കുടമയാകുമെന്നും വരലക്ഷ്മി നോമ്പ് ഉദ്ഭവിച്ച ക്ഷേത്രമെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു രത്നഗിരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ മരുകൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ, രത്നഗിരീശ്വരർ, മാണിക്യവണ്ണർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, വണ്ടുവാർ കുഴലി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ പോലും ഒന്നു ചേർക്കുന്ന കോവിൽ എന്നും വിവാഹ തടസ്സം മാറ്റുന്ന കോവിൽ എന്നും പ്രശസ്തിയുള്ള സ്ഥലമാണിവിടം. വരലക്ഷ്മി നോമ്പ് തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നും ഐതിഹ്യമുണ്ട്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 80ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 143ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധരും അപ്പർ സ്വാമികളും ഇവിടത്തെ മൂലവരെപ്പറ്റി പതികം പാടിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെപ്പറ്റി തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. മരുകൽ എന്നാൽ ഒരിനം വാഴ, കൽവാഴയാണെന്നും അഭിപ്രായമുണ്ട്. ഈ ക്ഷേത്രത്തിന് കദളീവന ക്ഷേത്രം എന്നും നാമമുണ്ട്. ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷമായ ഈ വാഴ പുറത്തു കൊണ്ടുപോയി നട്ടാൽ വളരാറില്ല എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ ഉൾപ്രകാരത്തിൽ വടക്ക് മതിലോരത്താണ് ഈ വാഴയുള്ളത്. ഇതിലെ പഴമാണ് ഭഗവാന് നിവേദ്യത്തിനെടുക്കുന്നത്. സുന്ദരമൂർത്തി നായനാർ വാഴക്കായ്ക്കും മരുകൽ നാട്ടു മരുകലെ എന്ന് മാണിക്യവണ്ണരെ പാടിയിരിക്കുന്നു. മുമ്പുകാലത്ത് വാഴകൾ നിറഞ്ഞു നിന്നിരുന്ന പ്രദേശം എന്നതിനാൽ ഇവിടം തിരുമരുകൽ എന്നറിയപ്പെട്ടു. പാമ്പുകടിയേറ്റ് മരിച്ചയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥലം, ശ്രീ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് ചേർന്ന സ്ഥലം, ബ്രഹ്മദേവൻ ശിവഭഗവാനെ തപസിരുന്ന സ്ഥലം, ശനീശ്വരന്റെ ഉഗ്രം കുറവുള്ള സ്ഥലം എന്നെല്ലാം കാകഭുജണ്ഡ ഋഷിയും ഗോരക്കർ സിദ്ധരും പ്രസ്താവിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. പണ്ടൊരു കാലത്ത് തീവ്ര ശിവഭക്തനായ കുശകേതു എന്നൊരു രാജാവ് മരുകൽ നാട് ഭരിച്ചിരുന്നു. രാജാവിന്റെ പരിചാരകർ ഒരു നാൾ കാടായിരുന്ന ഈ പ്രദേശം വെട്ടിത്തെളിക്കുമ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗ പീഠത്തിൽ അറിയാതെ മൺവെട്ടി തട്ടി രക്തം വന്നു. ഇതറിഞ്ഞ രാജാവ് ഓടി വന്ന് പറ്റിയ തെറ്റിൽ ഭഗവാനോട് മാപ്പപേക്ഷിച്ച് ഇവിടെ ഒരു കോവിൽ നിർമ്മിച്ച് ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയിരിക്കെ രാജാവിന്റെ ഭരണകാലത്ത് ഈ പ്രദേശം 9 വർഷം കൊടും വരൾച്ച ഏർപ്പെട്ടു. പട്ടിണിയും പരിവട്ടവുമായ ജനങ്ങൾ നീതിന്യായമെല്ലാം മറന്ന് അധർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റാതെ വിഷമിച്ച രാജാവ് തന്റെ രാജ്യത്തിന്റെ അവസ്ഥയിൽ മനം നൊന്ത് സ്വയം തൂങ്ങി മരിക്കാൻ മുതിർന്നു. സ്വന്തം കാര്യം നോക്കാതെ രാജ്യത്തിനായി ജീവൻ വെടിയാൻ തയ്യാറായ രാജാവിനെ ശിവഭഗവാൻ തടുത്ത് ഈ പ്രദേശത്ത് മാണിക്യം, നെൽ, മുത്ത്, നീർ മഴകളെ പെയ്യിച്ചു. പഞ്ചം മാറി. മാണിക്യമഴ പൊഴിച്ച് പഞ്ചം മാറ്റിയ ഈശൻ എന്നർത്ഥത്തിൽ ഇവിടെ ഭഗവാന്റെ നാമം മാണിക്യവണ്ണർ എന്നായി മാറി. അമ്പാൾ സന്നിധി മണ്ഡപത്തിൽ ഈ ഐതിഹ്യത്തിന്റെ ചിത്രങ്ങളുണ്ട്. ഏകദേശം സാക്ഷിനാഥേശ്വരർ ക്ഷേത്ര ഐതിഹ്യത്തോട് സാമ്യമുള്ള വേറൊരു ഐതിഹ്യം. തിരുമരുകൽ ഗ്രാമത്തിലുള്ള ഒരു ചെട്ടിയാർ വ്യാപാരിക്ക് 7 പെൺമക്കൾ. ആൺമകൻ ഇല്ലാത്തതിനാൽ തന്റെ സഹോദരിയുടെ ഏക മകനെ തന്റെ പെൺമക്കളിൽ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് സഹോദരിക്ക് വാക്കുകൊടുത്ത് അയാൾ മരുമകനെ തന്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ കാലപ്പോക്കിൽ ചെട്ടിയാർ വാക്കുപാലിക്കാതെ തന്റെ 6 പെൺമക്കളെയും സമ്പന്നരെ തേടിപ്പിടിച്ച് വിവാഹം ചെയ്തയച്ചു. പിതാവിന്റെ ഈ പ്രവൃത്തി കണ്ട് മനസ്സ് വിഷമിച്ച 7ാമത്തെ പെൺകുട്ടി തന്റെ പിതാവ് തന്നെ മുറച്ചെറുക്കന് വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കുമോ എന്ന് വിചാരിച്ച് മുറച്ചെറുക്കനോടൊപ്പം മധുരയിൽ പോയി കല്യാണം കഴിക്കാനായി വീട്ടിൽ ആരോടും പറയാതെ പുറപ്പെട്ടുപോയി. പോകുന്ന വഴിയിൽ ഇരുവരും ഈ പ്രദേശത്ത് തെക്ക് വീതിയിൽ ഒരു രാത്രി അതിരുകൾ മറക്കാതെ തന്നെ താമസിച്ചു. പക്ഷേ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിധി വൈപരീത്യത്താൽ മുറച്ചെറുക്കൻ പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. വിവാഹിതയാവാത്തവൾ എന്ന അതിര് ഭേദിക്കാതെ അവൾ മൃതദേഹത്തിനടുത്തിരുന്ന് നാഗം കഴുത്തിലിടിഞ്ഞ വിഷം ഭക്ഷിച്ച ഭഗവാനെ, എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞു. തന്റെ ഈ കഷ്ടത്തിലും ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു കരഞ്ഞ ആ ചെട്ടിയാർ പെണ്ണിന്റെ കരച്ചിൽ അതേ വീതിയിൽ തങ്ങിയിരുന്ന 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നരുടെ കാതിൽ അലയടിച്ചു. അദ്ദേഹം അവിടെ എത്തി യുവതിയുടെ പരിതാപനില മനസ്സിലാക്കി ഭഗവാനെ സ്തുതിച്ച് 11 പതികങ്ങൾ പാടി. അത് കേട്ട് മനസ്സ് കുളിർന്ന ഭഗവാനും ദേവിയും ആ ചെട്ടിയാർ പയ്യന് ജീവൻ കൊടുത്തു. അവരിരുവരും ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാന്റെയും ദേവിയുടെയും നേതൃത്വത്തിൽ അവിടെയുള്ള വന്യമരത്തെയും കിണറിനെയും സാക്ഷിയാക്കി തിരുജ്ഞാന സമ്പന്നർ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അതിനാൽ ഈ ക്ഷേത്രം വിവാഹ തടസ്സം മാറ്റുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. തിരുജ്ഞാന സമ്പന്നർ വിവാഹം നടത്തിക്കൊടുത്ത മേടയും വന്യമരവും കിണറും ഇന്നും ക്ഷേത്രത്തിലുണ്ട്. വിവാഹിതരായി സന്തോഷത്തോടെ മധുരയിലേക്ക് പുറപ്പെട്ടുപോയ നവദമ്പതികളെ ആ ചെട്ടിയാർ പയ്യന്റെ മാതാപിതാക്കൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ചെട്ടിയാർ പയ്യൻ ഭഗവാനെ ധ്യാനിച്ചതും വന്യമരവും കിണറുമെല്ലാം മധുരയിലെത്തി സാക്ഷി പറഞ്ഞു എന്നാണ് കഥ. ഈ ഐതിഹ്യത്തെ ഓർമ്മിപ്പിക്കുന്ന വന്യമരവും സാക്ഷി പറഞ്ഞ കിണറും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കാലഭൈരവർ സന്നിധിക്ക് മുന്നിൽ കാണാം. ഈ ക്ഷേത്രത്തിൽ വിനായകർക്കും സ്വാമിക്കും അമ്പാൾക്കും ദീപം തെളിയിച്ച് സടയാ എനുമാൽ ശരണ്യ എനുമാൽ എന്ന പതികം പാടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക്
വേഗം വിവാഹഭാഗ്യം സിദ്ധിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെട്ടിയാർ പയ്യന്റെയും പെണ്ണിന്റെയും ശില്പങ്ങളും സഭാമണ്ഡപത്തിൽ പതഞ്ജലി വ്യാഘ്രപാദ മഹർഷിമാരുടെ ശില്പങ്ങളുമുണ്ട്. വേറൊരു ഐതിഹ്യം, പുരാണകാലത്തിൽ മുനിമാർ ഒത്തുകൂടി ഗംഗാനദിക്കരയിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗഫലം ത്രിമൂർത്തികളിൽ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ വാക്കുതർക്കത്തിലായ അവർ യാഗഫലത്തിനർഹൻ ആരെന്ന് കണ്ടുപിടിക്കാൻ ഭൃഗു മഹർഷിയെ ചുമതലപ്പെടുത്തി. അപ്രകാരം ഭൃഗുമുനി വൈകുണ്ഠത്തിലെത്തി. അവിടെ മഹാലക്ഷ്മിയോടും വിശ്വക്സേനോടും നിത്യസൂര്യന്മാരോടും ഒപ്പം ഇരുന്ന മഹാവിഷ്ണു ഭൃഗുമുനിയെ കണ്ടില്ല. കോപത്തോടെ ഭൃഗുമുനി ഭഗവാന്റെ ഇടതുമാറിൽ ചവിട്ടി. പക്ഷേ ഭഗവാൻ കോപിക്കാതെ മുനിയുടെ കാൽ തലോടിയതോടൊപ്പം മുനിയുടെ കാലിനടിയിലെ ജ്ഞാനക്കണ്ണും പറിച്ചെടുത്തു. തന്റെ ഇരിപ്പിടമായ ഭഗവാന്റെ ഇടതുമാറിൽ ചവിട്ടിയ മുനിയെ ഭഗവാൻ ഉപചരിക്കുന്നത് കണ്ട് കടും കോപത്തോടെ ദേവി മഹാലക്ഷ്മി തന്നെ തേടി ഭഗവാൻ വരുന്നതുവരെ താൻ വൈകുണ്ഠത്തിലിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ കടും തപസ് അനുഷ്ഠിക്കാൻ ഇടം തേടിപ്പോയി. പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ശ്രീ മഹാലക്ഷ്മി മാണിക്യവണ്ണരുടെ കോവിൽ കണ്ടു. ഇവിടെ തിരുമരുകലിൽ കോവിലിന്റെ കിഴക്ക് ഭാഗത്തായി ഒരു ലക്ഷ്മി തീർത്ഥം സൃഷ്ടിച്ച് അതിൽ നീരാടി വില്ലുതളങ്ങൾ കൊണ്ട് മാണിക്യവണ്ണരെ പൂജിച്ചു. ഒരു ആവണിമാസം പൗർണമി തിഥിയോടെയുള്ള വെള്ളിയാഴ്ച ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ തേടി ഇവിടെ എത്തി. ശിവഭഗവാൻ പാർവതി സമേതനായി ഇരുവരെയും ഒന്നിപ്പിച്ചു. ശ്രീ മഹാലക്ഷ്മിയാണ് ഇവിടെ ആദ്യമായി വരലക്ഷ്മി നോമ്പ് നോറ്റതെന്നാണ് ഐതിഹ്യം. പിരിഞ്ഞ ദമ്പതികൾ ലക്ഷ്മി തീർത്ഥത്തിൽ നീരാടി വരലക്ഷ്മി നോമ്പ് എടുത്താൽ ഒന്നുചേരും എന്നാണ് വിശ്വാസം. വേറൊരു ഐതിഹ്യം, പുണ്യവാനായ പരാശര മഹർഷി ഗംഗയിൽ തീർത്ഥനീരാടാൻ പോയ സമയത്ത് തോണിക്കാരിയായ ഒരു സുന്ദരിയിൽ ആകൃഷ്ടനായി അവർക്ക് പുത്രനായി വേദവ്യാസർ അവതരിച്ചു. പിന്നീട് പരാശരർ തപസ്സിനായി പതകാശ്രമം വന്നു. പക്ഷേ അദ്ദേഹത്തിന് മനസമാധാനവും ഏകാഗ്രതയും നഷ്ടപ്പെട്ടതിനാൽ തപസ് തുടരാനായില്ല. അപ്പോൾ കദളി വനത്തിലുള്ള മാണിക്യവണ്ണരെ പൂജിച്ചാൽ മനസമാധാനം കിട്ടും എന്നൊരു അശരീരി കേട്ടു. പരാശര മഹർഷി ഇവിടെ എത്തി വന്യയില കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ഒരു ചിത്രമാസം പൗർണമി നാൾ പകലിൽ പരാശര മുനിക്ക് ഭഗവാൻ ദർശനം കൊടുത്തു. പല കാരണങ്ങളാലും ആകുലതയോടെ മനസമാധാനം ആഗ്രഹിച്ചു നടക്കുന്നവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കാർമേഘങ്ങൾ ഒഴിഞ്ഞ വാനം പോലെ മനസ്സ് ശുദ്ധമാകും എന്നാണ് പറയുന്നത്. ഏകദേശം 1500 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 5 നില രാജഗോപുരത്തോടെയും 2 പ്രകാരങ്ങളോടെയും ധാന്യപുരിയോടെയും കൂടി കാണപ്പെടുന്ന തിരുമരുകൽ ക്ഷേത്രം പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചൻകൻ ചോഴൻ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. ക്ഷേത്രത്തിനെതിരിൽ നീരാഴി മണ്ഡപത്തോടെയുള്ള തീർത്ഥക്കുളം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ധ്വജസ്തംഭം, ബലിപീഠം, നന്ദി ഭഗവാൻ. പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ, രത്നഗിരീശ്വരർ, മാണിക്യവണ്ണർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. തനി സന്നിധിയിൽ അമ്പാൾ, വണ്ടുവാർ കുഴലി അമ്മൻ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, 63 നായന്മാർ, നവഗ്രഹങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, നാഗർ, മഹാവിഷ്ണു, മഹാലക്ഷ്മി, പരാശരലിംഗം, നടരാജർ, ശിവകാമി അമ്മൻ, ഭൈരവർ, തിജ്ഞാന സംബന്ധർ, സപ്തമാതാക്കൾ, സൗന്ദര്യനായികി, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വാഴ. ക്ഷേത്രതീർത്ഥം ലക്ഷ്മി തീർത്ഥം എന്ന മാണിക്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്തിരിയിൽ ബ്രഹ്മോത്സവം 10 നാൾ, 7-ാം നാൾ ചെട്ടിപ്പൺ കല്യാണം, 10-ാം നാൾ തീർത്ഥനീരാട്ട്, ആവണിയിൽ വരലക്ഷ്മി നോമ്പ്. അന്നേ ദിവസം ലക്ഷ്മി ദേവിക്കും വരദരാജ പെരുമാളിനും തീർത്ഥവാരി. കന്ദഷഷ്ടി, വൈകാശി വിശാഖം, ആണിമാസത്തിൽ തിരുമഞ്ജനം, എല്ലാ തമിഴ് മാസങ്ങളിലെയും ആദ്യ ദിനം, പ്രദോഷം, അമാവാസി, ദീപാവലി, പൊങ്കൽ, തമിഴ് ആംഗലേയ പുതുവർഷ ദിനങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ നാഗപട്ടണത്ത് നിന്ന് 22 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 25 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാഗപട്ടണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.